ഈ ആഴ്ച ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടോ? എനിക്ക് അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് ഒരു ഡോക്യുമെന്റ് തന്നു വിടാൻ വേണ്ടിയാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേച്ചാൽ മതി. ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അയർലൻഡില് മെസ്സേജുകൾ വളരെ കോമൺ ആയിട്ട് ഇടുന്ന ഒരു മെസ്സേജ് ആണ് അല്ലെ. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ ഏറ്റവും ചീപ്പർ ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഇവിടുത്തെ അയർലൻഡിലെ പോസ്റ്റൽ സർവീസായ ആൻപോസ്റ്റ് തന്നെയാണ്. ഏറ്റവും ചീപ്പർ ആൻഡ് ഫാസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ ഏറ്റവും ആദ്യം ചില ആൾക്കാർക്ക് ചിന്തിച്ചു വരുന്നത് നമുക്ക് ഏതെങ്കിലും കൊറിയർ കമ്പനി ഏൽപ്പിക്കാം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അതൊരു €60 to €100 അല്ലെങ്കിൽ എബോവ് ദാറ്റ് ഈവൻ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പോലും അവർ ചാർജ് ചെയ്യാറുണ്ട്, ഏതൊരു പ്രൈവറ്റ് കൊറിയർ കമ്പനി ആണെങ്കിലും. അതേസമയം ആൻപോസ്റ്റ് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഈവൻ രജിസ്റ്റേർഡ് പോസ്റ്റ് ആണെങ്കിൽ പോലും ഓരോ വർഷവും ചേഞ്ചസ് വരാം റേറ്റുകളിൽ. ഇപ്പോൾ നമുക്ക് 2024 കണക്കനുസരിച്ച് വെറും €13 രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് നാട്ടിലേക്ക് നമുക്ക് ഡോക്യുമെന്റ്സ് അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അതിന്റെ ട്രാക്കിംഗ് ഐഡി കിട്ടും. നോർമൽ കേസിൽ ഞാനും ഇതുപോലെ അയച്ചിട്ട് തന്നെയുണ്ട്. വിതിൻ 1 വർക്കിംഗ് വീക്ക് ഈ സംഭവം നാട്ടിൽ വീട്ടിലെത്തിയിട്ടുമുണ്ട്. ഓക്കെ, സോ നല്ലൊരു ചീപ്പർ ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ആൻ പോസ്റ്റ്. ഇനി സാധാ പോസ്റ്റ് ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടി ചീപ്പർ ആയിരിക്കും. എനിക്ക് €10 താഴെ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് ട്രാക്കിംഗ് ഐഡിയോ കാര്യങ്ങളോ കിട്ടണമെന്നില്ല, നാട്ടിൽ സാധനം എത്തണമെന്നില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം അയർലൻഡിലെ വിവിധ സ്റ്റാമ്പുകൾ നമുക്കറിയാം. നമ്മുടെ നാട്ടില് നമുക്ക് കുറച്ച് സ്റ്റാമ്പ്സ് വേണം എൻവലപ്പിൽ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അയർലൻഡിലെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടിലായിട്ട് ഡിഫറെന്റ് ആണ്. നാട്ടിൽ നമുക്കറിയാം, നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നു, അവിടെ ഓൾറെഡി ഫോർ എക്സാമ്പിൾ 5 രൂപയുടെയും 10 രൂപയുടെയും സ്റ്റാമ്പുകൾ കുറെ എണ്ണം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന അനുസരിച്ച് ഇത്ര എണ്ണം നമുക്ക് കയറി തരുവാണ്, നമ്മൾ പേ ചെയ്യുന്നു, മേടിച്ചോണ്ട് പോയിരുന്നു. അയർലൻഡിൽ അങ്ങനെയല്ല. ഓൺ ദ സ്പോട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് അവർ പ്രിന്റ് ചെയ്ത്, നമുക്കറിയാം നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഷോപ്പുകളിലൊക്കെ നമുക്ക് ബില്ല് പ്രിന്റ് ചെയ്യുന്ന ചെറിയൊരു പ്രിന്റർ മെഷീൻ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു മെഷീൻ അല്ലെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജസ് കാര്യങ്ങൾ, ഈ സ്റ്റാമ്പിൽ വരുന്ന ഇമേജസ് കാര്യങ്ങൾ, ഇതെല്ലാം ഓരോ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വർഷവും ഒരു മിക്കവാറും മാറ്റാറൊക്കെ ഉണ്ടാവാം. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ആധികാരികമായിട്ട് പറഞ്ഞാൽ അറിയില്ല. ബട്ട് ഞാൻ പലതവണയും സ്റ്റാമ്പുകൾ മേടിക്കുമ്പോൾ എല്ലാം പല ടൈപ്പ് ഓഫ് ഇമേജസ് ആണ് എനിക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് കാരണം. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് എൻവലപ്പുകളുണ്ട്. നമുക്കൊരു ചെക്ക് സൈസിലുള്ളതുണ്ട്, പിന്നെ ഒരു ഹാഫ് എ പേജ് വരുന്ന രീതിയിലുണ്ട്, പിന്നെ ഒരു A4 സൈസ് വരുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള എൻവലപ്പുകൾ ഉണ്ടാവാം. സോ ഈ എൻവലപ്പിന്റെ സൈസുകൾ അനുസരിച്ചാണ് സ്റ്റാമ്പിൽ ഇവിടെ നോർമൽ പോസ്റ്റിൽ, അതായത് വിതിൻ അയർലൻഡ് തന്നെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പോസ്റ്റ് ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എൻവലപ്പിന്റെ സൈസ് അനുസരിച്ചാണ് ഇവര് സ്റ്റാമ്പിന്റെ ചാർജ് ഈടാക്കുക. ഫോർ എക്സാമ്പിൾ, ഇതൊരു ചെക്ക് സൈസിലുള്ള ഒരു എൻവലപ്പാണ്. ഇത് അതിനേക്കാട്ടിൽ ബിഗർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു A4 സൈസ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സാധാരണ അങ്ങനെയാണ് വരുന്നത് അല്ലെ. ആ വലുപ്പത്തിലുള്ള എൻവലപ്പാണ് ഇത്. അതിനേക്കാട്ടിലും വലുതാണ് ഇത്. ഒരു A4 സൈസ് പേപ്പർ മടക്കാതെ തന്നെ ഫുൾ സൈസ് A4 സൈസ് പേപ്പർ വെക്കാൻ പറ്റുന്ന എൻവലപ്പാണിത്. അപ്പൊ ഇങ്ങനെ 3 സൈസിലുള്ള എൻവലപ്പുകളാണ്. അപ്പം ഇവരുടെ ഇത് അനുസരിച്ച് ഇവർ പറയുന്നത് ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള സ്റ്റാമ്പിന്റെ റേറ്റ് അയർലൻഡിനുള്ളിൽ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ €1.40 ആണ് ഇപ്പോഴത്തെ ഇത് വെച്ച് 2024 ഏപ്രിലെ കണക്കനുസരിച്ച്. അത് ഓരോ വർഷം ഇവരുടെ റേറ്റുകൾ കൂടിയോ കുറഞ്ഞോ ഒക്കെ ഇരിക്കാൻ സാധാരണ കൂടുകയാണ് ചെയ്യുന്നത്. ഈ സൈസിലുള്ള വരെ എൻവലപ്പിന് നമുക്ക് അയർലൻഡിനുള്ളിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നോർമൽ പോസ്റ്റേജിന് €1.40 ആണ് ഇപ്പം വേണ്ട സ്റ്റാമ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഇത്രയും വലിയ A4 സൈസ് പേപ്പർ വെക്കേണ്ട, ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ഇത്രയും വലിയ എൻവലപ്പാണെന്നുണ്ടെങ്കിൽ €2.95 ആണ് ഇപ്പോഴത്തെ സ്റ്റാമ്പിന്റെ വാല്യൂ വെക്കേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ കുറച്ച് സ്റ്റാമ്പുകൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് മേടിച്ച് വെച്ചിരുന്നു ആം പോസ്റ്റിന്റെ സൈറ്റിൽ നിന്ന്. അന്ന് ഇത്രയും വലിപ്പമുള്ള ഈ A4 സൈസിന്റെ വലിപ്പമുള്ള സ്റ്റാമ്പ് എൻവലപ്പിൽ ഒട്ടിക്കാനായിട്ട് €2.45 സ്റ്റാമ്പായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അതിപ്പം ഫെബ്രുവരി മാസം മുതൽ അത് വീണ്ടും ഇൻക്രീസ് ആയി €2.95 എത്രയും വലിപ്പമുള്ള ഇതായിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്കത് ഷോർട്ടേജ് 50 സെന്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വാല്യൂവിന് അവർ വീണ്ടും ഇതുപോലെ പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 50 സെന്റ് വാല്യൂ ഉള്ള കുറച്ച് സ്റ്റാമ്പ്സും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ എനിക്ക് 50 സെന്റിന്റെ മാനുവലി അവരുടെ പ്രൈസ് മെഷീനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എനിക്ക് കുറച്ചെണ്ണം പ്രിന്റ് ചെയ്ത് തന്നു. അപ്പൊ ആ 245 എന്ന് പറയുന്ന ആ സ്റ്റാമ്പിന്റെ കൂടെ ഞാൻ 50 സെന്റിന്റെ അഡീഷണൽ സ്റ്റാമ്പും കൂടെ ഇതുപോലെ പൊട്ടിച്ചിട്ട് വേണം എനിക്ക് ഇത് അയക്കാനായിട്ട്. ഇനി ഇൻ കേസ് ഞാൻ ഇപ്പോഴും ഇത് അയക്കാതെ കുറച്ച് നാളുടെ ഈ ഒരു എൻവലപ്പ് ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ചിലപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും വീണ്ടും ഈ 295 എബോവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് വീണ്ടും ആഡ് ചെയ്തിട്ട് വേണം ഞാനിപ്പോൾ അയക്കാനായിട്ട്. അപ്പോൾ ഇതൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് എല്ലാവരോടും പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് മീ ബിജോ സൈനിങ് ഓഫ് ഫ്രം ഐറിഷ് വനിത.